ശരിക്കും ഞാൻ ഒരാഴ്ചയ്ക്കുള്ളിൽ പുറത്തു വരേണ്ട ആളായിരുന്നു. എൻ്റെ നിലപാടുകൾ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്, ഇടപെടേണ്ടടുത്ത് ഇടപെട്ടിട്ടുണ്ട്, എൻ്റെതായ ചില തമാശകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ചേട്ടൻ കൊടുത്ത പകുതി കണ്ടതിന് പുറത്തേക്ക് വന്നില്ല എന്നൊരു കംപ്ലൈന്റ് ചേട്ടൻ പറഞ്ഞു. അങ്ങനെ ചെയ്തെങ്കിൽ അത് അവരുടെ മെടുക്കല്ലേ, അതല്ലേ അവരവിടെ വന്നതിൽ അവരുടെ സിഗ്നേച്ചർ പതിച്ചു എന്ന് പറയാൻ പറ്റുന്ന കാര്യം. ശരിക്കും തോന്നുന്നുണ്ടോ ചേട്ടനായിരുന്നു ആദ്യത്തെ ആഴ്ച പുറത്ത് വരേണ്ടിയിരുന്ന വ്യക്തി? കുട്ടിയെന്ന് വിളിക്കരുത്, കുട്ടിയെന്ന് വിളിച്ചതാണ് ദോഷം, അതുകൊണ്ട് സ്ത്രീ എന്നെ വിളിക്കുള്ളൂ. അവിടുത്തെ ഉമ്മുമ്മ എന്നാണ് അവർ വിചാരിച്ചത്. ഒരു മാപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, അതാണ് ഏറ്റവും വിശാലമായ മനസ്സ്. അത്രയും നാളും ആ കണ്ടനെ വലിച്ചു നീട്ടേണ്ട ആവശ്യം ഉണ്ടായിരുന്ന ഒരു മനസ്സ്. എന്ന് പറഞ്ഞാൽ ആരുടെയെങ്കിലും സാരി തുമ്പി പിടിച്ചോണ്ട് നടക്കുകയും അപ്പൊ പിന്നെ കിച്ചണിൽ ചെന്നിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങൾ ആദ്യം കയ്യിലോട്ട് ഒഴിച്ചാന്നൊക്കെ ഇങ്ങനെ നടക്കുകയും ചെയ്യുന്ന ഈ പെൺകൊച്ചിനാണ് അവിടെ വന്നത്. ഇത്ര നാളും പോകാൻ വേണ്ടിട്ട് ബഹളം കൂട്ടി പോയി ഒരാഴ്ച വെട്ടി പാക്ക് ചെയ്ത് പോകുന്നു. ഇതാണോ ഇയാൾ ദേഷ്യം? അത് വായിച്ചാൽ മനസ്സിലാവുന്നവരുണ്ടോ? ദേഷ്യപ്പെട്ട് ഇറങ്ങി പോന്നു ഔട്ട് ആക്കിയതിന്റെ പേരിൽ എന്നാണ് ചർച്ച വന്നത്. സുമംഗലിയായിട്ടുള്ള സ്ത്രീയെ എടുത്തുള്ള ഒരു പുരുഷന്റെ അപ്രോച്ചും അവൾ സെപ്പറേറ്റഡ് ആണ് അല്ലെങ്കിൽ ഡൈവോഴ്സ്ഡ് ആണ് എന്ന് പറയുമ്പോൾ അറിയുമ്പോൾ ഉണ്ടാകുന്ന അപ്രോച്ചും രണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പുറത്തിറങ്ങുമ്പോൾ നിൽക്കുന്ന ഒരു സാധനം എന്താണ്, എൻ്റെ ഒരു പരാതി. എന്റെ ഇൻട്രോയില് ലാലേട്ടനെ പറ്റി പറഞ്ഞ ഒരു കാര്യം അവർ പബ്ലിഷ് ചെയ്തില്ല. ഇപ്പൊ ഞാനൊരു അവസരം തരാണ് ലാലേട്ടനെ പറ്റി പറയാൻ. എന്തായിരുന്നു പറഞ്ഞിരുന്നത്? എന്തൊരു മനോഹരമായ പരാതിയാണിതെന്ന് പറയുന്ന സമയത്ത് എൻ്റെ